ജീരകശാല അരി ഉപയോഗിച്ച് നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക രുചി അത് തന്നെയാണ് നെയ്ച്ചോറിന്റെ പ്രധാന പ്രത്യേകത. ഒട്ടും ഒട്ടിപ്പിടിക്കാതെ ഓരോ അരിമണിയും വേറിട്ട് കിടക്കുന്ന നല്ല മണവും രുചിയുമുള്ള നെയ്ച്ചോറ് തയ്യാറാക്കാൻ 3 കപ്പ് ജീരകശാല അരി നന്നായി കഴുകി 20 മിനിറ്റ് വെള്ളത്തിലിട്ടതിനു ശേഷം വെള്ളം വാലാൻ വെക്കാം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാത്രം ചൂടാക്കി നെയ്യ് ഒഴിച്ച് അണ്ടിപ്പരിപ്പും കിസ്മിസും സവാളയും വറുത്തു കോരണം. അതിനുശേഷം 10 അല്ലി വെളുത്തുള്ളിയും ചെറിയ പീസ് ഇഞ്ചിയും നന്നായി ചതച്ചെടുത്ത് നെയ്യിലേക്ക് ഇട്ട് കൊടുത്ത് കൂടെ ഒരു ചെറിയ സവാള കനം കുറച്ചരിഞ്ഞതും എരിവിന് ആവശ്യമായ പച്ചമുളകും ഹോൾ ഗരം മസാലയും കടായിലേക്ക് ഇട്ടൊന്ന് വഴറ്റിയതിനു ശേഷം ക്യാരറ്റ് കട്ട് ചെയ്തും ചേർത്ത് 1/2 മിനിറ്റോളം ഇളക്കി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് എന്ന കണക്കിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. വെള്ളത്തിന്റെ പാകത്തിന് ഉപ്പും ചേർത്ത് വെള്ളം തിളച്ചു വരുമ്പോൾ അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്ത് അരി തിളയ്ക്കുമ്പോൾ സ്റ്റൗവിന്റെ ഫ്ലെയിം ലോ ആക്കി മൂടി വെച്ച് റൈസ് വേവിക്കണം. ഇപ്പൊ റൈസിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റിയിട്ടുണ്ട്. കുറച്ച് വേവ് കൂടിയുണ്ട് റൈസിന്. ദം ചെയ്യുമ്പോൾ കറക്റ്റായി വെന്തുവരും. ഒരു ദോശക്കല്ലോ ചപ്പാത്തിപ്പാനോ ചൂടാക്കി റൈസിന്റെ പാത്രം അതിന്റെ മുകളിൽ വെച്ച് വറുത്തെടുത്ത സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസും വളരെ കുറച്ച് മല്ലിയിലയും നെയ്യും റൈസിന്റെ മുകളിൽ കൂടി ഇട്ട് പാത്രം നല്ല ടൈറ്റായി മൂടി വെച്ച് 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ചൂടാക്കണം. 20 മിനിറ്റിന് ശേഷം സ്റ്റൗ ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മളിത് തുറന്നു നോക്കുന്നത്. അപ്പോൾ ഉണ്ടാകുന്ന ആ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. രുചിയോ ഒരു രക്ഷയില്ല. ഇനി നെയ്ച്ചോറ് തയ്യാറാക്കുമ്പോൾ ഒരു പ്രാവശ്യം ഇതുപോലെ ഒന്ന് ചെയ്തു നോക്കൂട്ടോ.